ഇതാണ് വാച്ച്. കണ്ടോളി, ഇതാ നല്ല ലുക്കുള്ള സാധനമാണ്. ഇതാ കാണുന്നുണ്ടോ? നല്ല ലുക്കുള്ള സാധനമാണ്, നല്ല കിടിലം പോലത്തെ സാധനം. ഹേ ഗായ്സ്, പുതിയൊരു അൺബോക്സിങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, എന്നിട്ട് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ഫുള്ള് സപ്പോർട്ട് ആക്കുക. ഇന്ന് ചെയ്യുന്നത് നമ്മളെ X7 വയർലെസ് ചാർജറിലുള്ള X7 Pro എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ചിൻ്റെ അൺബോക്സിംഗ് ആണ്. അപ്പോൾ സ്മാർട്ട് വാച്ച് ഇതാ ഈ സാധനമാണ്. ഇതിൽ കുറേ കളേഴ്സ് അവൈലബിൾ ആണ്. ഈ കാണുന്ന കളേഴ്സെല്ലാം അവൈലബിൾ ആണ്, എല്ലാം കിട്ടുന്ന കളേഴ്സാണ്. അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് കാണാമല്ലേ എന്നുള്ള സംഭവമുള്ളതെന്ന്. ഇതിൻ്റെ ആപ്പ് വിയർ ഫിറ്റ് പ്രോ ആണ്. ഓക്കെ, ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതിലെല്ലാം സപ്പോർട്ടാണ്. ബ്ലൂടൂത്ത് കോള്, പിന്നെ അതേപോലെ തന്നെ ചെക്ക് ദ ഇൻഫോർമേഷൻ, ഫുൾ സ്ക്രീൻ ടച്ച്, പിന്നെ അതേപോലെ തന്നെ എല്ലാ ഡയല്, പിന്നെ വെതർ, എല്ലാ ഹാർട്ട് ബീറ്റ്, മോട്ടോർ ഫങ്ഷന്, പിന്നെ ഒക്കേഷൻ ഫങ്ഷന്, വോയിസ് ഫങ്ഷൻസ്, എല്ലാ സംഭവങ്ങളും വർക്കിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇത് അൺബോക്സ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ സംഭവം അൺബോക്സ് ചെയ്ത് ഇതാണ് സ്മാർട്ട് വാച്ച്. നല്ല അടിപൊളി സാധനമാണ്. ഇതാ കാണുന്നുണ്ടോ? നല്ല കിടിലൻ സാധനം. ആപ്പിളിൻ്റെ അതേപോലത്തെ സാധനമാണ്, ഒറിജിനലിൻ്റെ അതേ ഫീൽ ആവുന്ന സാധനമാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രാപ്പ് വരുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു കൈക്കുള്ള സ്ട്രാപ്പ്. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ വേറെ എന്താ വരുന്നത്? വാച്ച് എടുത്ത് സൈഡിൽ വെക്കാം. വാച്ച് എടുത്ത് സൈഡിൽ വെച്ച് പിന്നെ എന്താ വരുന്നുള്ളത് നോക്കട്ടെ. പിന്നെ അതേപോലെ തന്നെ വയർലെസ് ചാർജറാണ്. നല്ല അടിപൊളി വയർലെസ് ചാർജറാണ്. നമുക്ക് ചാർജിനെല്ലാം വെച്ച് നോക്കാമല്ലോ. ഓക്കെ, വയർലെസ് ചാർജറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നല്ലൊരു യൂസർ മാനുവൽ ബുക്ക് നല്ലതുണ്ട് കേട്ടോ. യൂസർ മാനുവൽ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇവർ. മെയിൻ ഇതിൽ അഡ്വാൻറ്റേജ് ആയിട്ട് കാണിക്കുന്നത് തന്നെ വയർലെസ് ചാർജിങ്. പിന്നെ ഇതൊക്കെയാണ് ഇതിലുള്ള സംഭവങ്ങളെല്ലാം. ഒന്ന് വായിക്കുന്ന ആൾ വായിച്ചോളി. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതിന് വാറണ്ടി കാര്യങ്ങളൊന്നും കൊടുക്കുന്നില്ല. നമ്മൾ എന്താണെന്ന് പറഞ്ഞാൽ ആപ്പിളിൻ്റെ വാറണ്ടി വേണ്ട ആൾക്കാർ ആപ്പിളിൻ്റെ ഒറിജിനൽ മേടിച്ചാൽ മതി. ചൈനയിൽ അറിയുന്ന ആൾ ചൈനയിൽ വായിച്ചാൽ മതി. ഓക്കെ, ചൈന ലാംഗ്വേജ് അറിയുന്ന ആൾ ചൈന ലാംഗ്വേജിൽ വായിച്ചാൽ മതി. ബുക്ക് ഇതവിടെയുണ്ട്. ഇതിപ്പോൾ വാച്ച് ഓൺ ചെയ്യാം നമുക്ക്. അതാ അടിപൊളി വാൾപേപ്പറായിട്ട് തന്നെ വന്ന്. ഇതിൽ വാൾപേപ്പേഴ്സ് ഒരുപാടുണ്ട് കേട്ടോ. അടിപൊളി വാൾപേപ്പേഴ്സാണ്. അതൊക്കെ കാണുന്നുണ്ടോ? കിടിലൻ വാൾപേപ്പേഴ്സാണ്. അപ്പോൾ ഇതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ. ലുക്ക് ഞാനിവിടെ വെച്ചിട്ട് കാണിച്ചതാണ്. ഇതാണ് ലുക്ക് ഇതാണ്. ഇതാ നോക്കിക്കോളി. ഇതാണ് വാച്ച്. കണ്ടോളി, ഇതാ നല്ല ലുക്കുള്ള സാധനമാണ്. ഇതാ കാണുന്നുണ്ടോ? നല്ല ലുക്കുള്ള സാധനമാണ്, നല്ല കിടിലം പോലത്തെ സാധനം. ഓക്കെ, പിന്നെ അതേപോലെ തന്നെ ഇതിൽ വാട്ടർ റെസിസ്റ്റൻ്റ് നല്ല വാട്ടർ പ്രൂഫ് നല്ല എഴുതിയിട്ടുണ്ട്. ഇതാ കണ്ടോളി, വാട്ടർ പ്രൂഫാണ് സാധനം. ഓക്കെ, ലെവൽ IP67 ആണ്. കാണുന്നുണ്ടോ? മെയ്ഡ് ഇൻ ചൈന, IP67. റോയിസിൻ്റെ സ്പീക്കറാണ് കൊടുത്തിട്ടുള്ളത്. അതും എന്താ വായിച്ചോളി. ഇതിലുണ്ട്, വായിക്കാൻ പറ്റുന്നല്ല, വായിച്ചോളി. ഓക്കെ, നല്ല കിടിലൻ സാധനമാണ്, കിടിലൻ ലുക്കുള്ളൊരു സാധനമാണ്. ഇനിയിപ്പോൾ ഇത് ബാക്കിയുള്ള ഇതിലത്തെ ഫങ്ഷൻസ് എല്ലാം നമുക്ക് കാണാം. ഓക്കെ, സ്ട്രാപ്പ് ഇടാം നമുക്ക്. സ്ട്രാപ്പ് ഇതാ ഈ മോൾ ഭാഗത്ത് ഈ സാധനം. ഓക്കെ, എന്താ ഈ സാധനം മോൾ ഭാഗത്ത് ഈസി ആയിട്ട് ഇടാൻ പറ്റും, അത്ര റിസ്ക് ഒന്നുമില്ല. പിന്നെ അതേപോലെ തന്നെ താഴെ ഭാഗത്ത് ഇടും. ഓക്കെ, ഇത് ഇത്ര ഇട്ടിട്ട് നമ്മളത് ഈസി ആയിട്ട് കൈക്കെട്ടാൻ പറ്റുക. അത്രയേ ഉള്ളൂ, ചെറിയ പരിപാടിയേ ഉള്ളൂ. അപ്പോൾ ഇത് കൈക്കെട്ടിട്ട് നമുക്കിതിൻ്റെ ഫങ്ഷൻസ് എല്ലാം ഒന്ന് നോക്കാം. ഓക്കെ, സംഭവം ലുക്കുണ്ട്. ഇതാ നല്ല അടിപൊളി ലുക്കാണ്. ആപ്പിളിൻ്റെ ഒറിജിനൽ ലുക്കുണ്ട്. ഇതാ ഒറിജിനാലിറ്റി ലുക്കുണ്ട്, അടിപൊളി സാധനമാണ്. പിന്നെ ഇതിൽ വാൾപേപ്പേഴ്സ് നോക്കുക. വാൾപേപ്പേഴ്സ് ഇതാ ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട്. ഇതാ പിന്നെ അതേപോലെ തന്നെ ഇതാ കുറേ സംഭവങ്ങളുണ്ട്. കാണുന്നുണ്ടോ? സെറ്റിങ്സ് എല്ലാം ഉണ്ട്, എല്ലാ ഫങ്ഷൻസും ഉണ്ട്.
എന്താ ഒക്കെ കാണുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ കണ്ടോളി, നല്ല ഒറിജിനാലിറ്റി ലുക്കുണ്ട്, നല്ല ക്ലിയർ ഡിസ്പ്ലേ ആണ്, നല്ല അടിപൊളി ലുക്ക് ഡിസ്പ്ലേ ആണ്. പിന്നെ സെൻസർ വർക്കാണെന്ന് നോക്കാം നമുക്ക്. എന്താ ഇതിൽ കാണിക്കുന്നുണ്ട് സെൻസർ വർക്കിംഗ് ആണ്. എന്താ സെൻസറിൽ വർക്കിംഗ് ഉണ്ട്, കാണുന്നുണ്ടോ? സെറ്റിങ്സ് എല്ലാം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാറ്ററി ബാക്കപ്പും ഉണ്ട് കേട്ടോ. ഇന്നലെ രാത്രി 28% ഉണ്ടായിരുന്നു, അപ്പോഴാണ് ഞാൻ ഈ ഫോണിൽ കണക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 25% ഉണ്ട്, 25% ബാറ്ററി ഉണ്ട്. ഇതൊക്കെ ഉണ്ടോ, ഇതിൽ എഴുതിയിട്ടുണ്ടോ 25% ബാറ്ററി ഉണ്ട്. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഇനിയിപ്പോൾ ഇതിൻ്റെ വയർലെസ് ചാർജറും കൂടി ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വയർലെസ് ചാർജർ ഒരു പവർ ബാങ്കിലേക്ക് കണക്ട് ആക്കിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിത് ലൈറ്റ് കത്തുന്നുണ്ട്, കണക്ട് ആക്കിയപ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. പക്ഷേ നമുക്ക് ഇത് ചാർജിന് വെച്ചിട്ട് കാണിച്ചു തരാം. ഓക്കെ, വയർലെസ് ചാർജറാണ്, ഇത് ഓഫ് ആയിട്ടല്ല. ഓക്കെ, ചാർജ് ആവുന്നുണ്ട്. നല്ല അടിപൊളി സ്മാർട്ട് വാച്ചാണ്. ഇനി ഇതിനെ കണക്ട് എങ്ങനെ ചെയ്യാന്നിട്ട് വാൾപേപ്പർ എങ്ങനെ സെറ്റ് ചെയ്യാൻ നടത്തിട്ട് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ഇതിനെ എങ്ങനെ കണക്ട് ചെയ്യാം, ആൻഡ്രോയിഡ് ഫോണിൽ കണക്ട് ചെയ്ത് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, തൽക്കാലം നമ്മൾ മൻസൂറിൻ്റെ ഫോൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ മൻസൂർ ഒന്ന് ലോക്ക് വരണം. അപ്പോൾ മൻസൂറിൻ്റെ ഫോണിൽ നമുക്ക് കണക്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അതാ പ്ലേ സ്റ്റോറിൽ പോവാം. പ്ലേ സ്റ്റോറിൽ പോയിട്ട് വിയർ കാണണ്ട, വിയർ ഫിറ്റ് പ്രോ എന്ന് പറയുന്നൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇല്ല, മറ്റേതില്ല, വൈഫൈ ഇല്ല. വന്ന് വിയർ ഫിറ്റ് പ്രോ എന്ന് പറയുന്ന ഒരു ആപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാം. ഇതാ ഇവിടെ ഉണ്ട് സാധനം, ഇവിടെ കാണണ്ട. ഇത് ഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ മൻസൂറിൻ്റെ ഫോണിലാണ് കണക്ട് ആക്കുന്നത്. അപ്പോൾ വിയർ ഫിറ്റ് പ്രോ എന്ന് പറയുന്ന ആപ്പ് പെട്ടെന്ന് ഡൗൺലോഡ് ആയിക്കോട്ടും, അത്രയേ ഉള്ളൂ. ചെറിയ MB ഉള്ളൂ, 32.13 MB ഉള്ളൂ. ഇതാ ഇൻസ്റ്റാൾ ആവുന്നുണ്ട്. ഇൻസ്റ്റാൾ ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. എന്താ പറഞ്ഞാൽ കുറേ ആൾക്ക് സംശയമുണ്ട് ഇത് ഇങ്ങനെ കണക്ട് ചെയ്യാമെന്ന്. ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തിട്ട് ലോഗിൻ കൊടുക്കേണ്ടി വരും. അഗ്രി. കുറേ ആൾക്കാർക്ക് സംശയമുണ്ട് ഇത് കണക്ട് ചെയ്യുന്നത്, ചില ആൾക്കാർക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ടാണ് പിന്നെയും ഞാൻ പിന്നെയും വീഡിയോ ഉണ്ട്. വിയർ ഫിറ്റ് പ്രോ എല്ലോ കൊടുക്കണം. ഹലോ കൺഫേം, പിന്നെ ഗൂഗിൾ ID നിന്ന് കയറാം. ഓക്കെ, ഗൂഗിൾ ID ലോഗിൻ കൊടുത്ത് പിന്നെ ബൈൻഡ് ഫോൺ അക്കൗണ്ട്. ഓക്കെ, ഇപ്പോൾ ബാക്ക് വന്നാൽ ഇതൊന്നും വേണ്ട, ടർമോണ് ഇത് ഓണാക്കിയില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ. പെർമിഷൻസ് ഒന്നും കൊടുത്തിട്ടില്ല, എല്ലാം ഹലോ കൊടുക്കേണ്ടി വരും. ഹലോ കൊടുക്കാം. മൻസൂർ കൈക്കെല്ലാം കെട്ടി നോക്കുന്നുണ്ട്. മൻസൂറാണ് കാണിച്ചു തരാൻ. മൻസൂർ ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിലുണ്ട്, എന്നാലും ഒരിക്കലും കൂടി കാണിച്ചു തരാം. സംഭവം മൻസൂർ കയ്യിൽ കെട്ടുന്നുണ്ട് സാധനം. അപ്പോൾ ഇത് സംഭവം റെഡിയായി. അത് എനിക്ക് കൊടുക്കാം. എന്നിട്ട് അതാണ് ഡിവൈസ്, ബൈൻഡ് ഡിവൈസ് എന്ന് പറയുന്ന സാധനം കൊടുക്കാം. ബൈൻഡ് ഡിവൈസ്, എന്നിട്ട് ഇവിടെ ആഡ് ഡിവൈസ് കൊടുത്താൽ, അലോ കൊടുത്താൽ ബ്ലൂടൂത്ത് ഓണായിട്ട് സെർച്ച് ആയി വരും. ഇതാ കട്ടിക്ക് മൻസൂറേ, M76 ഇതല്ല സാധനം. ഇതാണ് മോഡൽ, X7 Pro എന്ന് പറയുന്ന മോഡൽ വരണം. ലോക്കായി പോയി മൻസൂർ, ഒന്നും കൂടി തുറക്കുക. ഓക്കെ, ഇതിൽ ബ്ലൂടൂത്ത് ഓഫാണ്. അപ്പോൾ ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് വരാം. ഓക്കെ, ബ്ലൂടൂത്ത് ഓണാക്കിയിട്ട് നമുക്ക് വരാം. ഒരു മിനിറ്റ്, ഇതൊന്ന് സ്വിച്ച് ഓഫ് ആക്കി സ്വിച്ച് ഓൺ ആക്കിയാൽ ബ്ലൂടൂത്ത്. ഇതിപ്പോൾ ആൾറെഡി എൻ്റെ ഫോണിൽ കണക്ട് ആയിട്ടുള്ളതാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഓക്കെ, സോറി, ഇത് ഓഫായിപ്പോയി. സിരി വരെ വർക്കിംഗ് ആണ്. അപ്പോൾ അത്രക്കും നല്ല ഒരു അടിപൊളി സാധനമാണ്, അത്രക്കും ഒറിജിനാലിറ്റിയുള്ളൊരു സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് കണക്ട് ചെയ്യാമല്ലോ. കണക്ട് ചെയ്യാൻ ഇതൊരു ഡിവൈസിൽ മറ്റേ ബ്ലൂടൂത്ത് ഓണല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഓണാക്കിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന്
ജസ്റ്റ് ഒന്ന് റീസ്റ്റാർട്ട് കൊടുക്കാം. ചിലപ്പോൾ നിങ്ങളിൽ ബ്ലൂടൂത്ത് ഓൺ ആവാണ്ട് നിന്നാലും ഒന്ന് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് സ്വിച്ച് ഓൺ ചെയ്താൽ കണക്റ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ സെർച്ച് ആക്കിയതിന് കൊടുത്തത് സാധനം വന്ന് അവിടെ കാണുന്നുണ്ടോ? അവിടെ ഫോക്കസ് ആവുന്നില്ലല്ലോ. ഇത് സെർച്ച് അഗൈൻ എന്ന് വന്നത് മേൽ തന്നെ കാണിക്കുന്നത് X7 Pro കണക്റ്റിങ് കണക്റ്റായി. വാച്ച് കണക്റ്റായി കേട്ടോ. ക്യാരി ഔട്ട് അതിനോ. ഓക്കെ, വാച്ച് കണക്റ്റായി. 25% ബാറ്ററി ഉണ്ട്. ഇപ്പോൾ വാച്ച് ഫേസസിൽ പോയാൽ ആഡ് വരുന്നുണ്ട്. ആഡ് പോട്ടെ. ആഡ് പോയാൽ പിന്നെ നമുക്ക് റെഡിയാക്കാം. ഓക്കെ, വെയിറ്റ്. വാച്ച് ഫേസസ് പോയാൽ എന്താണ് മോറ് നിറട്ടുള്ള വാച്ച് ഫേസസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് പോയാൽ താഴെയുണ്ടാവും എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ. ഒരുപാട് വാൾപേപ്പേഴ്സ് ഉണ്ട് കേട്ടോ. ഇഷ്ടംപോലെ വാൾപേപ്പേഴ്സ് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്നല്ല, നമുക്ക് വേണ്ടി നമ്മളെ വാൾപേപ്പർ സെറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, നമുക്ക് ഇവിടെ എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. എഡിറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ പോയാൽ ഇവിടുന്ന് പ്ലസ് എന്ന് കൊടുത്താൽ ഇവിടെ ക്യാമറ റോളിൽ മൻസൂറിൻ്റെ ഫോട്ടോ തന്നെ വെച്ച് കൊടുക്കാം നമുക്ക്. ഓക്കെ, മൻസൂറിൻ്റെ ഫോട്ടോ ഇങ്ങനെ വെച്ച് അപ്ലൈ കൊടുത്താൽ ഇത് നമുക്കിവിടെ കാണിക്കും ഏതാ വെക്കേണ്ടതെന്ന്. അതാ ഓക്കെ, ക്രോപ്പ് കൊടുത്താൽ ഇൻസ്റ്റാളേഷൻ എന്താ ഇങ്ങനെ വരുന്നുണ്ട്. ഇതാ ഇൻസ്റ്റാളേഷൻ ഇതാ പെർസെൻറ്റേജ് അതവിടെ കാണിക്കുന്നത് കാണുന്നുണ്ടോ? സിമ്പിളാണ്. ഇത് കുറേ ആൾക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ് ഈ വീഡിയോ ഇടുന്നത്. എല്ലാം ഒരുപാട് ആൾക്കാർക്ക് അറിയാം, പിന്നെ കുറേ ആൾക്കാർക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ്. ഓക്കെ, ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട. എൻ്റെ ഇത് അൺബോക്സിങ് വീഡിയോ എല്ലാ വാച്ചിൻ്റെ വന്നിട്ടാകുമ്പോഴും ഞാൻ ഈ വീഡിയോ ഇതേപോലെ ചെയ്യലുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ മുതൽ ഇനി ഇതുണ്ടാവില്ല, വാൾപേപ്പർ സെറ്റിങ്ങും പിന്നെ ഫോൺ ടു കണക്റ്റ് ആക്കുന്ന പരിപാടി ഉണ്ടാവില്ല. അപ്പോൾ വീഡിയോ വലിച്ചു നീട്ടി പോകാനുള്ള ആവശ്യം വരുന്നില്ല. അപ്പോൾ അൺബോക്സിങ് വീഡിയോ എന്തായാലും ഉണ്ടാവും. ഓക്കെ, 58%. ഇപ്പോൾ മൻസൂർ ഈ വാച്ചിൽ വരും. അപ്പോൾ എന്നിട്ട് നമുക്ക് ഈ വാൾപേപ്പർ മൻസൂറിൻ്റെ വാൾപേപ്പർ ഈ വാച്ചിൽ സെറ്റ് ചെയ്തിട്ട് കാണാം. ഓക്കെ, അത്രേ ഉള്ളൂ. സിമ്പിൾ പരിപാടിയാണ്, അധികം റിസ്ക് പരിപാടിയൊന്നുമില്ല. ഓക്കെ, ഇത് ആയി വന്നു. അപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞ്. ഓക്കെ, മൻസൂർ വന്നു കേട്ടോ. അപ്പോൾ വാൾപേപ്പർ മൻസൂർ സെറ്റ് ചെയ്യി. പിന്നെ അതേപോലെ തന്നെ ഇനിയിപ്പോൾ വേണ്ടിയത് കോളിംഗ് നോട്ടിഫിക്കേഷൻ എങ്ങനെ ഓൺ ചെയ്യാം. അതാ ഇവിടെ പോവാം. വാലറ്റ് ബിസിനസ് അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻസ് ഉണ്ട്. അതിൽ പോയിട്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്തിട്ടാൽ നോട്ടിഫിക്കേഷൻ എല്ലാം കിട്ടുന്നതായിരിക്കും. ജസ്റ്റ് ഫോണ്, SMS, വാട്സപ്പ്, ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക്, ഫേസ്ബുക്ക് എന്നുള്ള നോട്ടിഫിക്കേഷൻ ഞാൻ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ മെസ്സേജ് അതിൽ വന്നാൽ ഇതിൽ കാണിക്കുന്നതായിരിക്കും. പിന്നെ അതേപോലെ തന്നെ ടേക്കിംഗ് പിക്ചർ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ സ്ലൈഡ് ആക്കുമ്പോൾ ഫോട്ടോ ക്ലിക്ക് ആയിട്ട് വരുന്നുണ്ട്. ഇതാക്കാന്നുണ്ടോ? ഫോട്ടോ ക്ലിക്കായി വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അങ്ങനെ കുറേ ഫങ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഗൈസ് ഇതാർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ഇതിന് 99 dirhams ഞാൻ UAE കൊടുക്കുന്നത്. എൻ്റെ ഷോപ്പിൽ വന്നാൽ 99 dirhams പ്ലസ് ഡെലിവറി ചാർജ് ഉണ്ടാവും. ഡെലിവറി വേണമെങ്കിൽ ഡെലിവറി ചാർജ് ഉണ്ടാവും. ആൾ ഓവർ UAE നിങ്ങൾക്ക് ഏടെ വേണമെങ്കിൽ സാധനം എത്തിച്ചേരും. ഡെലിവറി ചാർജ് നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി സ്മാർട്ട് വാച്ചാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറേ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെക്കാനുണ്ട്. പിന്നെ നമുക്ക് അറിയുന്നത് നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ. എനിക്കറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെ അവതരിപ്പിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് കൈ കെട്ടി വെക്കാം. ഓക്കെ, അപ്പോൾ മൻസൂർ അവിടെ പോയി. ഇല്ലെങ്കിൽ മൻസൂറിൻ്റെ കയ്യിൽ കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ടായി. പക്ഷേ ഞാൻ എൻ്റെ കയ്യിൽ തന്നെ കെട്ടിയിട്ട് ഞാൻ കാണിച്ചു തരാം. നല്ല ലുക്ക് സാധനമാണ്, ഒരു അഡാറ് സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും പിന്നെ ബെല്ലൈക്കണും ടച്ച് പൊട്ടിക്കാൻ മറക്കണ്ട. ഞാനിപ്പോൾ കയ്യിൽ കെട്ടിയിട്ട് വാച്ച് കാണിച്ചു തരാം. ഓക്കെ, അതാണ് ലുക്കുള്ള സാധനമാണ്. നല്ല അടിപൊളി സെൻസർ കാര്യങ്ങളെല്ലാം വർക്കിംഗ് ആണ്. നല്ല ലുക്കുള്ള സാധനമാണ്. ഒറിജിനൽ ആപ്പിളിൻ്റെ വാച്ച് യൂസ് ആക്കുക, അത് ഒരു കംഫർട്ടബിളാണ്. ഇത് എന്താ പറഞ്ഞാൽ നല്ല ഫിനിഷിങ്ങും നല്ല ലുക്കുകളായിട്ട് നല്ലൊരു അടിപൊളി സാധനമാണ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ തന്നെ ഗൈസ് ഇതിൽ നിന്ന് വാച്ച് കാൽ എന്നിട്ടുള്ള ഒരു ബ്ലൂടൂത്തും കൂടി ഉണ്ട്. അത് സെർച്ച് ചെയ്തിട്ട്
ഇതാക്കി കൊടുത്താൽ നിങ്ങൾക്ക് വാച്ചിൽ നിന്ന് തന്നെ ഇങ്ങനെ കോൾ ചെയ്യാൻ പറ്റും. ഇതിൽ നിന്ന് ഇതിപ്പോൾ ഞാനിപ്പോൾ കോൾ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ തന്നെ കോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇതിൽ നിന്ന് 050 ഇപ്പം എൻ്റെയിലേക്ക് കോൾ വരും 05015579660. ഇതിലേക്ക് തന്നെ ഇങ്ങനെ തന്നെ കോൾ വരും. ഫോണിൽ നിന്ന് ഇങ്ങനെ കോൾ വരും. ഓക്കെ, എൻ്റെ ഫോണിലേക്ക് കോൾ വരും. എൻ്റെ ഇപ്പോൾ കോൾ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നു, ഈ വാച്ചും കാണിച്ചിട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നല്ലൊരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഒരു ചെറിയ ബ്രേക്ക്.